അതിന് നിനക്കെന്തപ്പോ കുഴപ്പം? ഒന്ന് ശ്രമിച്ചാ നീയും പഠിപ്പിയാകും. പഠിച്ച് ക്വസ്റ്റ്യൻസിനൊക്കെ ശരിയായ ആൻസർ നൽകിയാലല്ലേ നമുക്ക് മാർക്ക് തരത്തുള്ളൂ. അല്ലാതെ വെറുതെ ഒന്നും തരത്തില്ലല്ലോ. ആ പാറു, ഞാനിപ്പോ വരാവേ. ആരാ നോക്കട്ടെ. ശരി. ഓ, ഇഷ്ടത്തോടെ പഠിക്കാനോ? അതും ഈ മാത്സ് എങ്ങനെയാണാവോ? ഓ, എനിക്കിത് കാണുമ്പോഴേ ഭ്രാന്ത് പിടിക്കും. ഹലോ, ആരാന്ന് മനസ്സിലായോ? അരുണേട്ടനല്ലേ? അതെ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. തിരക്കിലാണോ താൻ? അല്ല. 2 ദിവസോടെ കഴിഞ്ഞാ ഞാൻ നാട്ടിലെത്തും. പിറ്റേ ദിവസം തന്നെ നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ? താൻ തിരക്കിലായിരിക്കുമോ? എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല. പക്ഷേ 1 വീക്ക് കഴിഞ്ഞാ വരുമെന്നല്ല പറഞ്ഞിരുന്നേ. ടിക്കറ്റ് പെട്ടെന്ന് എടുത്തു. എന്നാ ഞാൻ പിന്നെ വിളിക്കാവേ. ശരി. ആന്റി, ചെയ്തു കഴിഞ്ഞു. ദാ ഞാൻ വരുന്നു. ആന്റി, ഇനി ഞാൻ കുറച്ച് ടൈം കളിച്ചോട്ടെ? ആന്റിന്റെ ഫോൺ ഒന്ന് തരുമോ? അയ്യടി, ഇത് മാത്രമല്ല എക്സാമിന് വരിക. ഇനി എക്സാം കഴിയുന്നവരെ ഫോണൊന്നും തരത്തില്ല. അല്ലെങ്കിലും ഫോൺ അധികം യൂസ് ചെയ്യരുതെന്നല്ല അമ്മ പറഞ്ഞേക്കുന്നേ. സീതേ, ഇവളിത് ഇവിടെ പോയി? പിള്ളാരും കാണുന്നില്ലല്ലോ ഹാളിലൊന്നും. സീതേ. കൃഷ്ണേട്ടൻ എത്തിയോ? അല്ല സീതേ, മക്കളെവിടെ? ഒരനക്കവും കേൾക്കുന്നില്ലല്ലോ. നാളെ അവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാം. പഠിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാനും കരുതി ഈ ടൈമിനെ അവര് കളിക്കുന്നത് കാണാത്തപ്പോ ചോദിച്ചാ. ഇന്നാ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ചേച്ചി, ചേച്ചി, ഇനി എന്തെങ്കിലും പണിയുണ്ടോ? ഞാൻ ഹെൽപ്പ് ചെയ്തുതരാം. ഞാൻ പാറൂസിനെ പഠിപ്പിക്കുകയായിരുന്നേ, അതാ വരാഞ്ഞേ. ഒന്നുമില്ലടി, എല്ലാം കഴിഞ്ഞു. അല്ല, പാറൂസ് പഠിച്ചു കഴിഞ്ഞോ? പഠിക്കാൻ ശ്രമിക്കാൻ ഒരുങ്ങിയ അവൾക്ക് വേഗം മനസ്സിലാവും. പക്ഷേ അവള് ശ്രമിക്കത്തില്ല. അതാ പറഞ്ഞു കൊടുക്കുന്നൊക്കെ പെട്ടെന്ന് തന്നെ അവൾക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴേ ഒരു സമാധാനായി. പിന്നെ ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടി? പാറൂസ് വല്ല കുറുമ്പും കാണിച്ചോ? അതൊന്നല്ല. അരുണേട്ടൻ വിളിച്ചിരുന്നേ. അതപ്പോ അവനെങ്ങനെ നമ്പർ കിട്ടിയേ? എന്റെ നമ്പർ ഞാൻ അരുണേട്ടന്റെ അമ്മ ചോദിച്ചപ്പോ കൊടുത്തിരുന്നേ. അങ്ങനെയാവാനാവായി. എന്നിട്ട് എന്താ പറഞ്ഞേ? 2 ഡേയ്സ് കഴിഞ്ഞാ അരുണേട്ടൻ എത്തും. വന്ന പിറ്റേന്ന് തന്നെ മീറ്റ് ചെയ്യാനാ പറഞ്ഞേ. ചേച്ചി, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അവൻ നല്ല ചെക്കനാ. നിന്റെ ഏട്ടൻ നല്ലതുപോലെ അന്വേഷിച്ചിട്ടുണ്ട്. അത് മാത്രല്ല, അവന്റെ അച്ഛനെ നന്നായി അറിയ കൃഷ്ണേട്ടനെ. അദ്ദേഹത്തിന്റെ മക്കളെ കുറിച്ച് ഇന്നേ വരെ ആരും മോശമായി പറഞ്ഞിട്ടില്ല. നീ ഒരു ടെൻഷനും ആവേണ്ട. നീ ഒരു കാര്യം ചെയ്യ്. എല്ലാവരെയും അത്തായം കഴിക്കാൻ വിളിക്ക്. ഞാൻ എടുത്തു വെക്കാം. നാളെ മക്കൾക്ക് എക്സാം ഉള്ളതല്ലേ, അധികം നേരം വൈകണ്ട. ശരി ചേച്ചി, എന്നാ ഞാൻ അവരെ പോയി വിളിക്കട്ടെ. ശരി. കൃഷ്ണേട്ടനെയും അമ്മയും ഞാൻ വിളിച്ചോളാം. ശരി. ചേച്ചി, നീ ഇറങ്ങിയോ? ഇന്ന് ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. അല്ല, ഇന്നലെ അരുൺ വരുന്നത്? അതെ ചേച്ചി. രാവിലെ എത്തുമെന്നാ പറഞ്ഞേ. എന്നാലും കഷ്ടമുണ്ട് ട്ടോ. ഒരു ഫോട്ടോ പോലും കാണാതെ. അതല്ലേ രസം. ഇനിയിപ്പോ നേരിട്ട് കാണാലോ. അല്ല ചേച്ചി, അമ്മ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. കിടക്കാണോ? അമ്മയോട് ഞാൻ പോയെന്ന് പറയണേ. ഞാൻ പറഞ്ഞേക്കാം. അമ്മയ്ക്ക് എന്തോ ഒരു ക്ഷീണം പോലെ. കിടക്കാണേ. ഇനി മോൾ അങ്ങോട്ട് പോവണ്ട, കിടന്നോട്ടെ. ഇല്ല ചേച്ചി, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അമ്മ കിടന്നോട്ടെ. എണീക്കുമ്പോ ഞാൻ പോയെന്ന് പറയണേ. ശരി മോളെ, സൂക്ഷിച്ചു പോണേ. പിന്നെ ഒരുപാട് ടൈം ഒന്നും ആവരുതേ. ഇല്ല ചേച്ചി, ഞാൻ വേഗം എത്തും. എന്നാ ശരി, ബൈ. അമ്മ, ഞങ്ങളെ ലഞ്ച് ബോക്സ് എന്തേ? അതൊക്കെ അമ്മ ബാഗിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മ, സിറ്റ് ഔട്ടിൽ നിങ്ങളെ ബാഗെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പോവാനായില്ലേ? ആയമ്മേ. പാറൂസേ, എക്സാം നല്ലോണം എഴുതിക്കോളണേ. ശരി അമ്മേ. ദേവു, നന്ദു, ക്വസ്റ്റ്യൻസ് നന്നായി വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനേ. ശരി അമ്മേ. ഓൾ ദി ബെസ്റ്റ്. ദേവു, പാറു, ദാ വരുന്നു. അമ്മേ, എന്നാ ഞങ്ങൾ ഇറങ്ങുവാ. തുമ്പിയൊക്കെ എത്തിയിട്ടുണ്ട്. ശരി. നീ എക്സാമിന് വല്ലതും പഠിച്ചോ? ബെസ്റ്റ്, എന്നോടാണോ നീ ചോദിക്കുന്നേ? വേറെ ആരോണ്ട് ചോദിക്കാൻ തോന്നിയില്ലേ നിനക്ക്? അപ്പോ നീ പഠിച്ചിട്ടില്ലേ? നന്ദു, നീയോ? ഞാനൊന്നും പഠിച്ചിട്ടില്ല. നിന്നെ ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങുന്നവനാണ് നീ പഠിച്ചിട്ടുണ്ടോ ഇല്ലേന്ന് ഞാൻ ദേവനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. വേണ്ട, നീ ഇപ്പൊ എന്തിനാ അവളോട് ചോദിക്കുന്നേ? നിന്റെ പ്ലാനിംഗ് ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അയ്യടാ, അങ്ങനെ നീ ദേവനോട് സംസാരിക്കണ്ട. അല്ലെങ്കിൽ എക്സാമിന്റെ ടെൻഷനിലാ ബാക്കിയുള്ളവര്. അതിന്റെ ഇടയിൽ കൂടെ അവന്. നന്ദു, അങ്ങോട്ടൊന്ന് നോക്ക്. നിന്റെ ബെസ്റ്റ് വരുന്നു. ഈശ്വര, ഈ പിശാച് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നേ? അവക്ക് വരാൻ കണ്ടൊരു നേരം. ഹായ് നന്ദു. ഈ ജൂഹി പിശാചിന് വരാൻ കണ്ട നേരം. ഈശ്വര, തുമ്പിത് കാണാതെ നിക്കട്ടെ. നന്ദു, നീ എന്താ ആലോചിക്കുന്നേ? എക്സാമിനുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞോ? ജൂഹി, എനിക്ക് കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. ഞാനിപ്പോ വരാവേ. നീ പഠിക്കാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാ മതി. നിന്റെ അടുത്ത ബെഞ്ച് തന്നെ ഞാനും. പെട്ട്. എന്ത്? ഒന്നില്ല, ചോദിക്കാന്ന് പറയായിരുന്നേ. നന്ദു, നിന്റെ കാര്യം ഗോവിന്ദ. അതാ